ഇന്നലെ ചരിത്രമായി രേഖപ്പെടുത്തണം എങ്കിൽ നിങ്ങൾ അവിടെ ഒരു ചരിത്രം സൃഷ്ടിക്കണം. നിങ്ങൾ ചരിത്രമായി മാറുകയോ ചരിത്രം രചിക്കുകയോ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല മറ്റുള്ളവരെ സംബന്ധിച്ചും അത് വെറുമൊരു ദിവസം മാത്രമായിരിക്കും. എന്നാൽ അപൂർവം ചില മനുഷ്യർ തങ്ങളുടെ വർത്തമാനകാലത്തെ ചരിത്രമായി മാറ്റുമ്പോൾ അവർ സൃഷ്ടിച്ച വർത്തമാനം ഇന്നലകളിലെ രേഖയായി മാറും. തിളക്കമുള്ള ഒരു ചരിത്രരേഖ. ലയോ 14 പാപ്പ തന്റെ പ്രഥമ അപ്പസ്തോലിക പര്യാടനത്തിന്റെ ഭാഗമായി നടത്തിയ തുർക്കി സന്ദർശനം ഇപ്രകാരം ഒരു ചരിത്രമായി മാറിയിരിക്കുകയാണ്. എന്നാൽ അത് അദ്ദേഹം പങ്കെടുത്ത ചടങ്ങുകളുടെയോ സന്ദർശിച്ച ഇടങ്ങളുടെയോ പേരിലല്ല, മറിച്ച് കത്തോലിക്ക വിശ്വാസ പാരമ്പര്യത്തിന്റെയും ക്രിസ്തു പ്രബോധനങ്ങളുടെയും ആധികാരികമായ കാവൽക്കാരനാണ് താൻ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതിലൂടെയാണ് അത് സംഭവിച്ചത്. ലയോ 14 പാപ്പയുടെ തുർക്കി സന്ദർശനം ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയാകർഷിച്ചതാണ്. കാറ്റിലാടുന്ന ഞാങ്ങണ പോലെ ആടിക്കളിക്കേണ്ടതല്ല വിശ്വാസമെന്നും നേട്ടങ്ങൾക്കോ കയ്യടികൾക്കോ ക്രിസ്തു പ്രബോധനങ്ങളിൽ മായം കലർത്തരുത് എന്നും പാറയിൽ പണിത വീട് പോലെ ഒരു കൊടുങ്കാറ്റിനും തകർക്കുവാനാവാത്തതാണ് ക്രൈസ്തവ വിശ്വാസമെന്നും ഒരു ക്രൈസ്തവൻ എങ്ങനെയാണ് അന്യമത വിശ്വാസങ്ങളോട് ആദരപൂർവ്വം അകന്നു നിൽക്കേണ്ടത് എന്നും വ്യക്തമാക്കിയതായിരുന്നു ആ സംഭവം. അതുതന്നെയാണ് പാപ്പയുടെ തുർക്കി സന്ദർശനത്തിന്റെ ഹൈലൈറ്റും. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് അപ്പസ്തോലിക പര്യാടനത്തിന്റെ പ്രാധാന്യവും തുർക്കിയുടെ ചരിത്രപരമായ പ്രത്യേകതകളും എന്ത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. മാർപ്പാപ്പാമാരുടെ അപ്പസ്തോലിക യാത്രകൾ എല്ലാം അതിൽ തന്നെ പ്രധാനപ്പെട്ടതും സുവിശേഷവുമാണ്. മാർപ്പാപ്പാമാരുടെ ദൗത്യത്തിന്റെ ഭാഗമാണ് അവർ നടത്തുന്ന രാജ്യാന്തര യാത്രകൾ. കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ പിതാവ് എന്ന നിലയിൽ മാത്രമല്ല, വത്തിക്കാൻ എന്ന ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി കൂടിയാണല്ലോ മാർപ്പാപ്പാമാർ. അതുകൊണ്ട് തന്നെ ഒരേ സമയം മതാധ്യക്ഷനും രാഷ്ട്ര അധികാരിയും എന്ന നിലയിലാണ് മാർപ്പാപ്പാമാരുടെ അന്താരാഷ്ട്ര യാത്രകളെല്ലാം നടത്തപ്പെടുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ക്രിസ്തുനാഥന്റെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ക്ഷമയുടെയും ദൈവ സാന്നിധ്യത്തിന്റെയും സന്ദേശവുമായിട്ടാണ് പാപ്പാമാരുടെ അപ്പസ്തോലിക യാത്രകൾ നടത്തപ്പെടുന്നത്. സഭകളെ സന്ദർശിച്ച് വിശ്വാസം പുതുക്കാനും രാജ്യങ്ങൾ തമ്മിൽ സമാധാനവും സൗഹൃദവും വളർത്താനും ഇത്തരം യാത്രകളെ മാർപ്പാപ്പാമാർ പ്രയോജനപ്പെടുത്താറുണ്ട്. സംഭാഷണവും മതാന്തര ഐക്യവും മനുഷ്യാവകാശങ്ങളും സംബന്ധിച്ച ശക്തമായ സന്ദേശങ്ങളും ഇത്തരം അവസരങ്ങളിൽ പാപ്പാമാർ നൽകാറുണ്ട്. ദരിദ്രരോടുള്ള ഐക്യദാർഢ്യത്തിന്റെ പ്രകടനമാണ് മാർപ്പാപ്പമാർ അന്താരാഷ്ട്ര യാത്രകളുടെ ഭാഗമായി നടത്തുന്ന അഗതി മന്ദിരങ്ങളിലെയും ഹോസ്പിറ്റലുകളിലെയും സന്ദർശനങ്ങൾ. വിവിധ സംസ്കാരങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ സഹിഷ്ണുതയും സൗഹൃദവും സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും നടത്തപ്പെടുന്നുണ്ട്. ഇങ്ങനെ വിവിധ മാനങ്ങളുള്ളതാണ് മാർപ്പാപ്പാമാരുടെ ഓരോ അപ്പസ്തോലിക യാത്രകളും. ഇനി നമുക്ക് തുർക്കിയിലേക്ക് വരാം. നവംബർ 27 മുതൽ ഡിസംബർ 2 വരെ നീണ്ടുനിന്ന സാമാന്യ ദൈർഘ്യമുള്ള അപ്പസ്തോലിക യാത്രയായിരുന്നു പാപ്പായുടേത്. തുർക്കി, ലെബനോൻ എന്നീ രാജ്യങ്ങളായിരുന്നു പാപ്പ ഈ യാത്രയിൽ സന്ദർശിച്ചത്. ഇതിൽ പാപ്പ ആദ്യം സന്ദർശിച്ചത് തുർക്കിയായിരുന്നു. പുരാതന നാഗരികതകളിൽ പ്രധാനപ്പെട്ടതാണ് തുർക്കി എന്ന് പറയുന്നത്. ക്രിസ്തുവിന് 500 വർഷം മുൻപ് തന്നെ ചരിത്ര പ്രാധാന്യമായ പട്ടണം. ഏഷ്യ, യൂറോപ്പ് എന്നീ 2 ഭൂഖണ്ഡങ്ങളിലായിട്ടാണ് തുർക്കി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2 ഭൂഖണ്ഡങ്ങളുടെയും സംസ്കാരം തുർക്കിയുടെ ചരിത്രത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങളുടെ സമ്മേളന ഭൂമിയാണ് തുർക്കി എന്ന് ചുരുക്കം. തുർക്കിയും സെയിന്റ് പോളും തമ്മിലുള്ള ബന്ധവും ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ജനിച്ചത് തുർക്കിയിലെ താർസസിലാണ്. ഇന്ന് പ്രസ്തുത പ്രദേശം മെർസിൻ പ്രവിശ്യയിലാണ് ഉൾപ്പെടുന്നത്. അപ്പോസ്തലന്റെ ജീവിതവും പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിശാലമായ ഒരു ഭൂമികയാണ് തുർക്കി. ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന അന്ത്യോക്യ, എഫെസോസ്, താസീസ്, ഇക്കോണിയം, ഗലാത്യ എന്നിങ്ങനെ പല നഗരങ്ങളും തുർക്കിയിലുള്ളതാണ്. ആധുനിക തുർക്കിയുടെ ഭാഗമാണ് ഈ നഗരങ്ങളെല്ലാം. തുർക്കിയിലെ വിവിധ സഭകൾക്ക് എഴുതിയിട്ടുള്ളവയാണ് പൗലോസ് അപ്പോസ്തലന്റെ എല്ലാ ലേഖനങ്ങളും. തുർക്കി കേന്ദ്രീകരിച്ച് ആദ്യകാല ക്രൈസ്തവ സഭകൾ വളർന്ന് വന്നിരുന്നു എന്നതിന്റെ ശക്തമായ തെളിവുകളാണ് ഇവയെല്ലാം. ക്രിസ്തുവിന്റെ കാലം മുതൽ ക്രൈസ്തവ പാരമ്പര്യം ഇവിടെയെല്ലാം ഉണ്ടായിരുന്നുവെന്നും ഇത് അടിവരയിട്ട് പറയുന്നുണ്ട്. AD 4-ാം നൂറ്റാണ്ടിലാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്റെ സാമ്രാജ്യമായി ഇവിടം തിരഞ്ഞെടുത്തത്.
ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളായിരുന്നു അതിന് കാരണം. ഇതിനുശേഷം 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തുവെന്ന് സാമൂഹ്യ പാഠപുസ്തകങ്ങളിൽ നാം പഠിച്ചിട്ടുള്ളതാണല്ലോ. കോൺസ്റ്റാന്റിനോപ്പിൾ ഇപ്പോൾ അറിയപ്പെടുന്നത് ഇസ്താംബൂൾ എന്നാണ്. പേർഷ്യൻ, ഗ്രീക്ക്, റോമൻ സാമ്രാജ്യങ്ങളുടെ ഭാഗമായിരുന്ന ഇവിടേക്കാണ് 11ാം ശതകത്തിൽ തുർക്കികളുടെ ആദ്യത്തെ കടന്നുവരവ് ഉണ്ടാകുന്നത്. 15ാം നൂറ്റാണ്ട് ആയപ്പോഴേക്കും തുർക്കികളുടെ ആധിപത്യം സമ്പൂർണ്ണമായി. അതുവരെ പല യൂറോപ്യൻ സാമ്രാജ്യങ്ങളുടെയും കേന്ദ്രമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ തകർന്നടിയുകയും ഒട്ടോമൻ സാമ്രാജ്യം അതിന്റെ വാഴ്ച ആരംഭിക്കുകയും ചെയ്തു. പേർഷ്യൻ, റോമൻ തുടങ്ങിയ സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞു. ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തോടെ ക്രൈസ്തവ ദേവാലയങ്ങൾ മുഴുവൻ മുസ്ലിം പള്ളികളായി മാറി. ഇവിടെ പ്രത്യേകമായി പരാമർശിക്കപ്പെടേണ്ട പള്ളിയാണ് ഹാഗിയ സോഫിയ എന്ന് പറയുന്നത്. തുർക്കികൾ മുസ്ലിം പള്ളിയായി മാറ്റിയെടുത്ത ക്രൈസ്തവ ദേവാലയമായിരുന്നു ഹാഗിയ സോഫിയ. ക്രിസ്തുവർഷം 6ാം നൂറ്റാണ്ടിലായിരുന്നു ഹാഗിയ സോഫിയയുടെ നിർമ്മാണം നടന്നത്. 270 അടി നീളവും 180 അടി ഉയരവും 240 അടി വിസ്താരവുമുണ്ട് ഹാഗിയ സോഫിയയ്ക്ക്. ഗ്രീക്ക് പദമാണ് ഹാഗിയ സോഫിയ എന്നത്. പരിശുദ്ധമായ ജ്ഞാനം എന്നാണ് ഇതിന്റെ അർത്ഥം. വാസ്തുവിദ്യയുടെ ചരിത്രത്തെ മാറ്റിമറിച്ച ഒന്നായിട്ടാണ് ഹാഗിയ സോഫിയയുടെ നിർമ്മാണത്തെക്കുറിച്ച് പറയപ്പെടുന്നത്. AD 360 മുതൽ 1453 വരെ ക്രൈസ്തവ ദേവാലയമായിരുന്നു ഹാഗിയ സോഫിയ. 1935 മുതൽ 2020 വരെ മ്യൂസിയവുമായും ഹാഗിയ സോഫിയ അറിയപ്പെട്ടു. എന്നാൽ 2020 അത് വീണ്ടും മുസ്ലിം പള്ളിയാക്കി മാറ്റിയെടുക്കുകയായിരുന്നു. നമുക്ക് വീണ്ടും പഴയ ചരിത്രങ്ങളിലേക്ക് മടങ്ങാം. 17ാം നൂറ്റാണ്ടോടെ ഒട്ടോമൻ സാമ്രാജ്യം അസ്തമിച്ചു. യുദ്ധങ്ങളും യൂറോപ്യൻ ശക്തികളുടെ ഉയർച്ചയും സാമ്പത്തിക പ്രതിസന്ധിയും ഭരണത്തിലെ അഴിമതിയും അതിന് ആക്കം കൂട്ടി. മാത്രവുമല്ല, 1ാം ലോക മഹായുദ്ധവും അതിനു പിന്നിൽ പ്രവർത്തിക്കുകയുണ്ടായി. ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഒട്ടോമൻ സാമ്രാജ്യം ദുർബലമാവുകയും ആധുനിക തുർക്കിയിലേക്കുള്ള പരിണാമം ആരംഭിക്കുകയും ചെയ്തു. 1923 മുസ്തഫ കമാൽ അറ്റാതുർക്ക് തുർക്കിയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. അതോടെ 623 വർഷം നീണ്ടുനിന്ന ഒട്ടോമൻ സാമ്രാജ്യം ഒരു പഴങ്കഥയായി മാറി. പുതിയ ഭരണഘടനയുടെ രൂപീകരണം നടത്തിയും സ്ത്രീകൾക്ക് അവകാശങ്ങൾ ഉറപ്പുവരുത്തിയും ആധുനിക വിദ്യാഭ്യാസ സംവിധാനത്തിന് തുടക്കം കുറിച്ചും തുർക്കി ആധുനിക രാജ്യമായി മാറി. 1945 മുതൽ തുർക്കി യൂറോപ്പിനോട് കൂടുതൽ അടുത്തിട്ടുണ്ട്. ഇന്ന് നാറ്റോ, G20 പോലെയുള്ള സംഘടനകളിൽ അംഗം കൂടിയാണ് തുർക്കി. 2003 പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട റജബ് തയ്യിബ് എർദോഗാൻ 2014 പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2018, 2023 വർഷങ്ങളിലും അദ്ദേഹം തന്നെയാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തുർക്കിയും വത്തിക്കാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് 1960കളിലാണ് തുടക്കം കുറിക്കപ്പെടുന്നത്. മതാന്തര സംവാദം, യൂറോപ്യൻ രാഷ്ട്രീയ സ്വാധീനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ തുർക്കി വത്തിക്കാനുമായുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത്. തുർക്കിയിലെ പുരാതന ക്രൈസ്തവ പാരമ്പര്യങ്ങളായ എഫേസോസ്, കപ്പദോക്കിയ തുടങ്ങിയവയുടെ സംരക്ഷണത്തിൽ വത്തിക്കാൻ പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. ഇന്ന് തുർക്കിക്ക് വത്തിക്കാനിൽ നയതന്ത്ര പ്രതിനിധിയുണ്ട്. അതുപോലെ അങ്കാറയിൽ വത്തിക്കാന് അപ്പസ്തോലിക് ന്യൂൻഷോയും ഉണ്ട്. വിശുദ്ധ പോൾ ആറാമനാണ് ആദ്യമായി തുർക്കി സന്ദർശിച്ച മാർപ്പാപ്പ. മാർപ്പാപ്പയുടെ 5ാമത്തെ അപ്പസ്തോലിക പര്യടനമായിരുന്നു അന്ന് നടന്നത്. 1967 ആയിരുന്നു ആ യാത്ര. അന്ന് വിമാനത്താവളത്തിൽ തന്നെ സ്വീകരിക്കാനെത്തിയ തുർക്കി ഭരണാധികാരിക്ക് പാപ്പ സമ്മാനമായി നൽകിയത് ലെപ്പാന്ത്രോ യുദ്ധത്തിൽ പിടിച്ചെടുക്കപ്പെട്ട ഒട്ടോമൻ പതാക ആയിരുന്നു. 1979 ജോൺ പോൾ 2 മാർപ്പാപ്പ തുർക്കി സന്ദർശിച്ചത്. 2006 ബെനഡിക്റ്റ് 16 പാപ്പയും 2014 ഫ്രാൻസിസ് പാപ്പയും തുർക്കി സന്ദർശിച്ചിട്ടുണ്ട്. എക്യുമെനിസത്തിന് പുറമെ ഇസ്ലാം മതവുമായിട്ടുള്ള സംവാദവും കൂടി ഫ്രാൻസിസ് പാപ്പയുടെ യാത്രയുടെ ലക്ഷ്യം ആയിരുന്നു. നിക്കിയ സൂനകദോസിന്റെ 1700ാം വാർഷികം പ്രമാണിച്ചാണ് ലയോ 14 പാപ്പ തുർക്കി സന്ദർശിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് തന്നെ തുർക്കി സന്ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. മുൻഗാമിയുടെ ദൗത്യമാണ് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ലയോ 14 തുർക്കി സന്ദർശനത്തിലൂടെ പൂർത്തിയാക്കിയത്. ലയോ 14 പാപ്പയുടെ തുർക്കി അപ്പസ്തോലിക് പര്യടനത്തിന്റെ ലോഗോയെ കുറിച്ച് കൂടി പറയാം. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്നതിനെയും ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ പാലമെന്ന നിലയിൽ ക്രിസ്തുവിനെയും സൂചിപ്പിച്ചുകൊണ്ടുള്ള ദർദനെല്ലി പാലം ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ് ലോഗോയുടെ ഒരു പ്രത്യേകത. മാമോദീസ ജലത്തെയും ഇസ്നിക് തടാകത്തെയും സൂചിപ്പിക്കുന്നതിന് വേണ്ടി പരസ്പരം ഇടകലർന്ന 3 വൃത്തങ്ങളും ലോഗോയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എഫെസോസ് 4:5 പറയുന്നത് പോലെ ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു മാമോദീസായും എന്നതായിരുന്നു ലയോ 14 പാപ്പ തുർക്കി യാത്രയുടെ ആപ്തവാക്യമായി സ്വീകരിച്ചത്. ആ ആപ്തവാക്യത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെയുള്ളതായിരുന്നു ലയോ പാപ്പയുടെ സന്ദർശനമെന്ന് അദ്ദേഹം തുർക്കിയിൽ നടത്തിയ ഓരോ സന്ദർശന പരിപാടികളും വ്യക്തമാക്കുന്നതായിരുന്നു.
8 ലക്ഷത്തോളം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള തുർക്കിയിൽ 8.5 കോടി ജനങ്ങളാണുള്ളത്. ഇതിൽ 33,000 പേരാണ് കത്തോലിക്കരായിട്ടുള്ളത്. അതായത് കത്തോലിക്കർ ഉണ്ട് എങ്കിലും തുർക്കിയിൽ കത്തോലിക്ക സഭ ഒരു ഭൂരിപക്ഷ മതവിഭാഗമല്ല എന്ന് ചുരുക്കം. 7 രൂപതകളും 40 ഇടവകകളും 18 അജപാലന കേന്ദ്രങ്ങളുമാണ് കത്തോലിക്ക സഭയുടേതായി തുർക്കിയിൽ ഉള്ളത്. ഇതിനു പുറമെ 4 പൗരസ്ത്യ കത്തോലിക്ക സഭകളും രാജ്യത്തുണ്ട്. ഓർത്തഡോക്സ്, അർമേനിയൻ ഓർത്തഡോക്സ് തുടങ്ങിയവയാണത്. യഹൂദ മതത്തിന് അംഗീകരിക്കപ്പെട്ട മതങ്ങൾ എന്ന പദവി ലഭിച്ചിട്ടുണ്ട് എങ്കിലും കത്തോലിക്ക വിശ്വാസത്തിന് അത്തരമൊരു പദവി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എങ്കിലും കത്തോലിക്ക സഭയുടെ കീഴിൽ 13 പ്രൈമറി സ്കൂളുകളും 10 അപ്പർ പ്രൈമറി സ്കൂളുകളും ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രവുമുണ്ട്. ഇതുകൂടാതെ 5 ആശുപത്രികളും 2 ക്ലിനിക്കുകളും 5 വൃദ്ധമന്ദിരങ്ങളും 2 അനാഥ മന്ദിരങ്ങളും പ്രവർത്തിക്കുന്നുമുണ്ട്. സുന്നി ഇസ്ലാം പാരമ്പര്യം തുടരുന്നവരാണ് ജനങ്ങളിലേറെയും. ജനസംഖ്യയുടെ ഏകദേശം 65% സുന്നി ഇസ്ലാം ആണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഭരണഘടന അനുസരിച്ച് മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളും യഹൂദരും ഉൾപ്പെടെയുള്ള ചെറിയൊരു ന്യൂനപക്ഷവും തുർക്കിയുടെ ഭാഗമാണ്. നിക്കിയ കൗൺസിലിന്റെ 1700-ാം വാർഷികം പ്രമാണിച്ചാണ് പാപ്പ തുർക്കിയിലെത്തിയത്. ക്രിസ്തുവർഷം 325-ൽ 1-ാം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് നിക്കിയ കൗൺസിൽ വിളിച്ച് ചേർത്തത്. 300ഓളം മെത്രാന്മാർ ഇതിൽ പങ്കെടുത്തിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. പിതാവിനോട് ഏകസത്തയും ദൈവപുത്രനുമായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായും അടങ്ങിയിരിക്കുന്ന ദൈവ മനുഷ്യ സ്വഭാവങ്ങൾ, പെസഹായുടെ തീയതി എന്നിവയാണ് കൗൺസിൽ ചർച്ച ചെയ്തത്. ഇന്ന് നിക്കിയ അറിയപ്പെടുന്നത് ഇസ്നിക് എന്ന പേരിലാണ്. ഇതിനു പുറമെ 7 സൂനകദോസുകൾക്ക് കൂടി തുർക്കി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം. നവംബർ 27 വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് വത്തിക്കാനിൽ നിന്ന് പുറപ്പെട്ട പാപ്പ 3 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷമാണ് അങ്കാറയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയത്. അങ്കാറ തുർക്കിയുടെ രാഷ്ട്രീയ തലസ്ഥാനമാണ്. കടൽ നിരപ്പിൽ നിന്ന് 850 മീറ്റർ ഉയരത്തിലാണ് അങ്കാറ സ്ഥിതി ചെയ്യുന്നത്. അങ്കാറയിലുള്ള പ്രസിഡന്റ് പാലസിലെത്തിയ പാപ്പ തുർക്കിയിലെ ഉന്നത അധികാരികളും മറ്റുമായുള്ള കൂടിക്കാഴ്ച ആദ്യ ദിവസങ്ങളിൽ തന്നെ നടത്തി. മുസ്തഫ കമാൽ അറ്റാതുർക്കിന്റെ ശവകുടീരം, പ്രസിഡന്റിന്റെ ഓഫീസ്, മതകാര്യങ്ങൾക്കായുള്ള കേന്ദ്രം, അപ്പസ്തോലിക പ്രതിനിധി മന്ദിരം, പരിശുദ്ധാത്മാവിന്റെ നാമധേയത്തിലുള്ള കത്തീഡ്രൽ, വയോധിക മന്ദിരം എന്നിവയെല്ലാം പാപ്പ തുർക്കി യാത്രയിൽ ആദ്യം സന്ദർശിച്ച ഇടങ്ങളിൽ പെടുന്നുണ്ട്. നവംബർ 28-ാം തീയതിയാണ് ഇസ്നിക് എന്ന നഗരത്തിലേക്ക് എക്യുമെനിക്കൽ പ്രാർത്ഥനാ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി പാപ്പ പോയത്. ലയോ പാപ്പയുടെ തുർക്കി സന്ദർശന വേളയിലെ ഏറ്റവും അവിസ്മരണീയമായ സംഭവം നടന്നത് നവംബർ 29 ശനിയാഴ്ച ആയിരുന്നു. അന്നായിരുന്നു പാപ്പ ബ്ലൂ മോസ്ക് സന്ദർശിച്ചത്. തുർക്കിയിലെ മനോഹര കാഴ്ചകളിൽ ഒന്നാണ് ബ്ലൂ മോസ്ക്. സുൽത്താൻ അഹമ്മദ് പള്ളി എന്നും ഇതിന് പേരുണ്ട്. 1609-നും 1617-നും ഇടയിലാണ് ഒട്ടോമൻ ചക്രവർത്തിയായിരുന്ന അഹമ്മദ് ഒന്നാമൻ ബ്ലൂ മോസ്ക് പണി കഴിപ്പിച്ചത്. ഒട്ടോമൻ സാമ്രാജ്യത്തിലെ ആരാധനാലയങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ഇത്. കോൺസ്റ്റാന്റിനോപ്പിൾ കൊട്ടാരം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ് പള്ളി ഇപ്പോൾ ഉള്ളത്. 6 മിനാരങ്ങളും 5 പ്രധാന കുംഭ ഗോപുരങ്ങളുമുള്ള പള്ളി. ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും മോസ്കിൽ പ്രവേശിക്കാൻ കഴിയും. മാന്യമായി വസ്ത്രം ധരിച്ചിരിക്കണമെന്ന് മാത്രം. മസ്ജിദിലെ പ്രധാന പുരോഹിതൻ അഷ്കിൻ മൂസ തുൻകയാണ് മാർപ്പാപ്പയെ മോസ്ക് ചുറ്റിക്കാണിച്ചു കൊടുത്തതും ഓരോ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തതും. അതിനിടയിൽ അഷ്കിൻ മൂസ പാപ്പയോട് ഒരു കാര്യം പറഞ്ഞു: ഇത് എന്റെയോ നിങ്ങളുടെയോ ഭവനമല്ല, അള്ളാഹുവിന്റെ ഭവനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പ്രാർത്ഥിക്കാം. എന്ത് മറുപടി പറയണമെന്ന് ഒരു നിമിഷം പോലും ആലോചിക്കാതെ പാപ്പ അതിനോട് പ്രതികരിച്ചത് ഒരൊറ്റ വാക്കില്ലായിരുന്നു: ദാറ്റ്സ് ഓക്കെ. തീരെ ചെറിയൊരു വാക്കായിരുന്നു അത്, എങ്കിലും ഏറെ ആഴമുള്ള ഒരു വാക്കായി അത് മാറുകയായിരുന്നു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ക്രൈസ്തവ വിശ്വാസി മറ്റു മത സാഹചര്യങ്ങളിൽ സ്വന്തം മതവിശ്വാസത്തിൽ മായം ചേർക്കാതെ എങ്ങനെ അന്യമതത്തോട് ആദരപൂർവ്വം ഇടപെടാം എന്നുള്ളതിന്റെ തെളിവായി മാറുകയായിരുന്നു ആ സംഭവം. അസോസിയേറ്റഡ് പ്രസ് പോലെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ വൻ പ്രാധാന്യത്തോടെയാണ് പാപ്പയുടെ ഈ പ്രതികരണം റിപ്പോർട്ട് ചെയ്തത്. ഇമാം തന്നെയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് എന്ന പ്രത്യേകതയുമുണ്ട്. പിന്നീട് ഇതേക്കുറിച്ച് പരിശുദ്ധ സിംഹാസനം നൽകിയ വിശദീകരണവും ഇങ്ങനെയായിരുന്നു: പാപ്പയുടെ സന്ദർശന ലക്ഷ്യം മസ്ജിദ് കാണണം, അവിടുത്തെ അന്തരീക്ഷം മനസ്സിലാക്കണം എന്നത് മാത്രമായിരുന്നു. ആഴമായ ആദരവോടും അവിടെ പ്രാർത്ഥിക്കുന്നവരോടുള്ള ബഹുമാനത്തോടും കൂടിയായിരുന്നു പാപ്പ എത്തിയതും. ഷൂസ് ഊരിമാറ്റി മോസ്കിലെ ടൈൽ പതിപ്പിച്ച താഴികക്കുടങ്ങളും അറബ് ലിഖിതങ്ങളും പാപ്പ നോക്കി മനസ്സിലാക്കുകയും ചെയ്തത്. അപ്പോഴായിരുന്നു ഇമാമിന്റെ ക്ഷണവും പാപ്പയുടെ ഈ മറുപടിയും. താൻ പ്രാർത്ഥിച്ചില്ല എങ്കിലും അത് ഗൗനിക്കേണ്ട കാര്യമല്ല എന്നായിരുന്നു പാപ്പയുടെ ദാറ്റ്സ് ഓക്കെ വ്യക്തമാക്കിയിരുന്നത്. മതാന്തര സംഭാഷണവും മതസൗഹാർദ്ദവും ഇന്ന് ഫാഷനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരാൾ പുരോഗമനവാദിയാകുന്നത് അയാൾ മറ്റു മതങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ മാത്രമല്ല, മറ്റു മതവിശ്വാസങ്ങളുടെ ആചാരങ്ങളെയും കർമ്മങ്ങളുടെയും ചുവട് പിടിച്ച്
അതൊക്കെ കത്തോലിക്ക ദേവാലയങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ കൂടിയാണ് എന്നൊരു അപകടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. സ്വന്തം വിശ്വാസത്തിലും ആചാരത്തിലും കർമ്മങ്ങളിലും അണുവിട വ്യതിചലിക്കാത്ത ഒരാൾക്ക് മീതെയുള്ള ചാപ്പകുത്തലാണ് പാരമ്പര്യവാദിയും പഴമക്കാരനും എന്നുള്ളത്. കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്രപരമായ അഖണ്ഡതയും അനന്യമായ തിരുവചനത്തിന്റെ സാരാംശവും മനസ്സിലാക്കിക്കൊണ്ട് പാപ്പയുടെ ഈ ഉചിതമായ പ്രവൃത്തി കണ്ട് നമുക്ക് കൈയടിക്കാൻ തോന്നുന്നത് ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ്. കത്തോലിക്ക സഭ എന്ന കൂട്ടായ്മയുടെ ശിരസ് ക്രിസ്തുവാണ്. അതിനെ പ്രതിഫലിപ്പിക്കുന്നത് മാർപ്പാപ്പയാണ്. അദ്ദേഹം നമുക്ക് വ്യക്തമായ മാതൃകയാണ് ഈ പ്രതികരണത്തിലൂടെ കാണിച്ചു തന്നിരിക്കുന്നത്. മാർപ്പാപ്പ ഒരു മുസ്ലിം പള്ളിയിലെ പ്രാർത്ഥനയിൽ പങ്കുചേരുക എന്നത് അസാധാരണമായ ഒരു കാര്യമാണ്. ലയോ മാർപ്പാപ്പ അത്തരമൊരു പ്രവൃത്തി ചെയ്താൽ അത് മറ്റു പല ക്രൈസ്തവരും അനുകരണീയമായ മാതൃകയായി തെറ്റിദ്ധരിക്കുകയും അന്യമത വിശ്വാസികളുടെ ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് തെറ്റല്ലാത്ത കാര്യമായി ധരിക്കുകയും ചെയ്തേക്കാം. മാർപ്പാപ്പയ്ക്ക് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്കെന്താ പ്രാർത്ഥിച്ചാൽ എന്നതായിരിക്കും അവരതിന് നിരത്തുന്ന ന്യായീകരണങ്ങൾ. തന്മൂലം വിശ്വാസികളെ നേർവഴിക്ക് നയിക്കാനും തിരുത്തുവാനുമുള്ള ധാർമ്മികമായ അവകാശവും ഉത്തരവാദിത്വവും മതമേലധ്യക്ഷന്മാർക്ക് നഷ്ടപ്പെടും. ഇങ്ങനെ അനേകം പേർക്ക് ഉതപ്പിന് കാരണമായേക്കാവുന്ന ഒന്നാണ് അനിഷ്ട സംഭവങ്ങൾ ഒന്നുപോലും സംഭവിക്കാൻ ഇടവരുത്താതെ പാപ്പ മുളയിലെ അങ്ങ് നുള്ളിക്കളഞ്ഞത്. വിവേകശാലിയും ജ്ഞാനിയുമായ ഒരാളുടെ പ്രവൃത്തിയും വാക്കുമായിട്ടാണ് ഈ സംഭവത്തെ വിലയിരുത്താൻ നമുക്ക് കഴിയുക. കത്തോലിക്ക സഭയുടെ പ്രാർത്ഥന ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ഏകദൈവ വിശ്വാസികളാണ് ക്രൈസ്തവരും മുസ്ലിങ്ങളും എന്നതൊഴിച്ചാൽ ക്രൈസ്തവ വിശ്വാസവും ഇസ്ലാം മത വിശ്വാസവും അടിസ്ഥാനപരമായി വ്യത്യാസമുള്ളതാണ്. ഈ വിശ്വാസത്തെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് വിലയിരുത്താൻ സാധിക്കും. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-5 വാക്യങ്ങൾ: ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുന്നിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. യോഹന്നാൻ 14:6 വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. എഫേസോസ് 2:18 അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. കൊളോസോസ് 3:17 നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവിൻ. ഇങ്ങനെ ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം ഒരു ക്രൈസ്തവന്റെ ജീവിതവും പ്രവർത്തനവുമെന്ന് തിരുവചനം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതിനു വിരുദ്ധമായി സെക്കുലർ കാഴ്ചപ്പാട് പുലർത്തുന്ന വ്യക്തി എന്ന പേരിൽ പ്രശംസിക്കപ്പെടാനും കയ്യടി കിട്ടാനുമായി മറ്റു മതവിശ്വാസങ്ങളുടെ പേരിലുള്ള ആരാധനാലയങ്ങളിലോ പ്രാർത്ഥനകളിലോ പങ്കെടുക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. നിശബ്ദതയിൽ പാപ്പ ബ്ലൂ മോസ്കിൽ അല്പസമയം ചെലവഴിക്കുകയാണ് ചെയ്തത്. പ്രാർത്ഥനയിൽ മതപരമായ ആചാരങ്ങൾ കൂട്ടിക്കലർത്തപ്പെടുന്നുണ്ട്. എന്നാൽ ലയോ പാപ്പയുടേത് ധ്യാനവും ശ്രദ്ധയും മാത്രമായിരുന്നു. പരസ്പര ബഹുമാനത്തിന്റെ ഉദാത്തതയായിരുന്നു അവിടെ പ്രകടമായത്. തുർക്കി ക്രൈസ്തവ വിശ്വാസത്തിന്റെ വാഗ്ദത്ത ഭൂമിയാണ്. ആ വാഗ്ദത്ത ഭൂമിയിലാണ് ലയോ മാർപ്പാപ്പ പുതിയ ചരിത്രം രചിച്ചിരിക്കുന്നത്. മറ്റു മതങ്ങളുമായി ആരോഗ്യപരമായ ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് സ്വന്തം വിശ്വാസ പ്രമാണങ്ങളിലും ബോധ്യങ്ങളിലും മായം ചേർക്കാതിരിക്കാനുള്ള തന്റെ ഇടം കാണിക്കണമെന്നാണ് മാർപ്പാപ്പ ലോകത്തോട് ഈ സംഭവത്തിലൂടെ കാണിച്ചു തന്നിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ വിതച്ച വിശ്വാസത്തിന്റെ വിത്ത് നൂറ്റാണ്ടുകളിലൂടെ പിന്നിട്ട് ഇന്ന് ലയോ പാപ്പയിലൂടെ വിളവെടുക്കാൻ പോകുന്ന ശോഭനമായ ഒരു ഭാവികാലം പ്രാർത്ഥനകളോടെ സ്വപ്നം കാണുമ്പോൾ അദ്ദേഹം തുർക്കിയിൽ കാണിച്ചു തന്ന ഈ മാതൃക നമുക്ക് അനുകരിക്കാം. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന ദൈവപ്രമാണത്തെ വിസ്മരിച്ചുകൊണ്ട് മതസൗഹാർദ്ദത്തിന്റെ പേരിൽ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നവർ ലയോ 14 മാർപ്പാപ്പ ബ്ലൂ മോസ്കിൽ കാണിച്ചു തന്നത് മറക്കാതിരിക്കുക.